എൻ്റെ പേര് ഷീബ സിബി. ഞാൻ ഇടുക്കി ജില്ല കാഞ്ചാർ എന്ന സ്ഥലത്ത് സെൻറ്റ് മേരീസ് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2021 ഒക്ടോബറിലാണ് ആദ്യം ഉടമ്പടി എടുത്തത്. ഇപ്പോൾ 8ാമത്തെ പുതുക്കാറായിട്ടുണ്ട്. ഞാൻ 4 പ്രാവശ്യം അൾത്താരയിൽ കയറി സാക്ഷ്യം പറഞ്ഞു. ഞാൻ ഉടമ്പടിയിൽ വെക്കുന്ന മുഴുവൻ കാര്യങ്ങളും തന്നെ അതിൽ കൂടുതലും കാര്യങ്ങൾ എനിക്ക് ഇതുവരെ സാധിച്ചു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്കിതിൻ്റെ ഇങ്ങനെ സാധിച്ചു കിട്ടിയതിൻ്റെ ഏറ്റവും വലിയ എനിക്ക് തോന്നുന്നത്, ഒരു മത്സരത്തിൽ ഒരാൾക്കേ വിജയിക്കാൻ പറ്റുള്ളൂ. പക്ഷേങ്കിൽ മറ്റുള്ളവരെ തോൽപ്പിക്കാതെ തന്നെ എനിക്ക് വിജയിക്കാനുള്ള അനുഗ്രഹം എൻ്റെ മാതാവ് എനിക്ക് തന്നു. എത്ര ശത്രുത എന്നോട് വെച്ച് പുലർത്തിയാലും, എന്തെല്ലാം എന്നോട് പ്രവർത്തിച്ചാലും, എന്നെ തല്ലിയാലും, ഞാൻ അവരുടെ അടുത്തേക്ക് വീണ്ടും ചെല്ലുകയും അവരോട് പടയിലും സ്നേഹത്തോടെ ഇടപെടുകയും ചെയ്യുമ്പോൾ അവർക്ക് ഈ ലോകത്തിൽ വിജയം കിട്ടി. അപ്പോൾ ഞാൻ തോറ്റു എന്നവർക്ക് തോന്നലുണ്ട്. പക്ഷേ തമ്പുരാൻ്റെ മുമ്പിൽ ഞാൻ വിജയിച്ച് എനിക്ക് അത്ര ഒരു സന്തോഷം വേറെയില്ല. എവിടെ ചെന്നാലും എനിക്ക് ശത്രുക്കളില്ല. ഞാനായിട്ട് ശത്രുതയില്ല. ആരെങ്കിലും എന്നോട് ശത്രുത വെച്ച് പുലർത്തിയാലും ഞാൻ അങ്ങോട്ട് ചെന്ന് അതിനതൊക്കെ എളിമ എനിക്ക് തന്നു. അതായിരിക്കാം ഞാൻ അപേക്ഷിക്കുന്ന എല്ലാ ആവശ്യങ്ങളും തന്നെ എനിക്ക് മാതാവ് നടത്തി തരുന്നുണ്ട്. ആദ്യം തന്നെ ഇത് എൻ്റെ മോള് ടാനിയ, മരുമകൻ ജോക്കുട്ടൻ, കൊച്ച് ജോവാൻ ജോസഫ്, ഇവർക്ക് കിട്ടിയൊരു അനുഗ്രഹമാണ് പറയാൻ പോകുന്നത്. 1 വർഷക്കാലം അവർക്ക് കുഞ്ഞുങ്ങളൊന്നും ഇല്ലാതെ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞ് ആശുപത്രി കൊണ്ടോ കാണിക്കാൻ. ഇവരെ ചികിത്സിക്കാൻ തുടങ്ങി. 1 വർഷത്തോളം ചികിത്സിച്ചു. അപ്പോൾ അവന് മോട്ടിലിറ്റി കുറവ്, ഇവക്ക് AMH കൂടുതലും പ്രൊലാക്റ്റിൻ കുറവുമായിരുന്നു. ഓരോ മാസവും കഴിയും തോറും അതിൻ്റെ പ്രോഗ്രസ് കുറഞ്ഞു വരുന്നതല്ലാതെ കൂടുതലൊന്നും ആയില്ല. കുഞ്ഞുങ്ങളുണ്ടാകാനുള്ള സാധ്യത കുറഞ്ഞു വന്നുകൊണ്ടിരുന്നു. 1 വർഷമായിട്ടും മാറ്റമൊന്നുമില്ല. പിന്നെ അവർക്ക് ശാരീരികമായിട്ട് അസ്വസ്ഥതകളും വന്നു തുടങ്ങിയപ്പോൾ അത് ചികിത്സ നിർത്തി. അപ്പോഴും ഇവർ 2 പേരും എന്നോട് പറയുമായിരുന്നു, വിഷമിക്കൊന്നും വേണ്ട, മാതാവ് ഞങ്ങൾക്ക് കുഞ്ഞിനെ തരും. ഞങ്ങൾ നന്മ മാത്രമേ ചെയ്യുന്നുള്ളൂ, ആരെയും ഉപദ്രവിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് തരും അമ്മയെന്ന് ആ ഒരു ധൈര്യം ഇവർ പറയുന്ന അതിൽ കൂടെയാണ് എനിക്ക് ഒത്തിരി, ഇവരുടെ വിശ്വാസത്തിൽ കൂടിയാണ് എനിക്ക് ഒരുപാട് ധൈര്യമായത്. അപ്പോൾ ഇവർ മസ്കറ്റിലാണ്. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ എടുക്കാൻ വരാനിരുന്നല്ല, ഒരു മുസ്ലിം കുട്ടിയാണ്, അവൾക്ക് കൂട്ടെന്നെ വിളിച്ചുകൊണ്ട് വന്നാണ്. എനിക്ക് കേട്ടിട്ടുണ്ട് ഇതിനെക്കുറിച്ച്, ഞാൻ യൂട്യൂബിലൊക്കെ കാണാറുണ്ട്. വരാൻ താല്പര്യപ്പെട്ടിരുന്നില്ല. അപ്പോൾ അവളും കൊച്ചും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ട് വന്നതാണ്. അങ്ങനെയാണ് ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ആദ്യത്തെ ഉടമ്പടി നിയോഗം വെച്ച് ഇവരുടെ കാര്യമായിരുന്നു അത്. എന്നിട്ട് ഞാൻ ഉടമ്പടി എടുത്ത് മസ്കറ്റിൽ ഈ എണ്ണയും തേനും ഉപ്പും ഒക്കെ ആയിട്ട് ഞാൻ മസ്കറ്റിലേക്കാണ് പോയത്. അവിടെ ചെന്ന പ്രാർത്ഥന കഴിയുമ്പോൾ ഞാൻ വയറിൽ തൈലം പുരട്ടി കുരിശ് വരയ്ക്കും, ഉപ്പും തേനും അവർക്ക് കൊടുക്കും. എല്ലാ ദിവസവും ഇത് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ഒരു ദിവസം ഇവൾ പറഞ്ഞു, ഇവളുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നതിൽ 3 പേര്, ഇവളല്ലാതെ 3 പേർക്ക് കൂടി മക്കളില്ലാത്ത. അപ്പോൾ എല്ലാവരും ചോദിക്കും, നിങ്ങളുടെ ഈ സെക്ഷനിലെല്ലാം മക്കളില്ലാത്തവരാണോ എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ അവരോട് നീ കൃപാസനത്തിലെ കാര്യം പറ, നീ മാത്രം ഇത് കഴിക്കുന്ന അത് ഉപ്പും തേനും ഒക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇവള് അങ്ങ് കരഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ഓഫീസിൽ ഞാൻ ഒറ്റപ്പെട്ട പോലെ, ഞാൻ മാത്രമേ ക്രിസ്ത്യാനിയുള്ളൂ, ബാക്കിയെല്ലാം ഹിന്ദുസാണ്. അവരെല്ലാവരും പരസ്പരം പറഞ്ഞ് കളിയാക്കി ചിരിക്കുന്ന ഒന്നാണ് കൃപാസനത്തെപ്പറ്റി. മിക്കവാറും എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അവരേത് എടുത്തിട്ട് അത് പിന്നെ കളിയാക്കി ചിരിക്കും. എനിക്കൊന്നും പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ഞാൻ അവരോട് പോയി, ഞാനങ്ങനെ അതിനുള്ള കഴിവെനിക്കില്ല, അതുകൊണ്ട് അമ്മ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കും വിഷമമായി. ഇവർ ഉച്ചയ്ക്ക് ഉണ്ണുമ്പോൾ കറിയെല്ലാം ഷെയർ ചെയ്താണ് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ ഭക്ഷണത്തിനകത്ത് മാതാവിൻ്റെ ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി ഈ 3 പേരുടെയും കൂടെയും പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ കൊടുത്തു വിടുന്നത്. എന്നിട്ട് ഞാൻ പറഞ്ഞു, മാതാവ് അടുത്ത ഡിസംബർ 7 ഞാൻ മാതാവിൻ്റെ അടുത്ത് വരുന്നതിന് മുമ്പായിട്ട് ഇവർക്ക് 4 പേർക്ക്, അവർ ഒരുപാട് കാലങ്ങളായത് മക്കളില്ലാതായിട്ട്, ഇവൾക്ക് ഉള്ളു 2 വർഷമൊക്കെ ആയുള്ളൂ കുഞ്ഞുങ്ങളില്ലാതെ. അപ്പം ഇവളേക്കായി മുമ്പേ അവർക്ക് കൊടുക്കണം. ഡിസംബർ 7 മുമ്പ് എല്ലാവർക്കും അമ്മ കുഞ്ഞിനെ തരണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ ഒരു ദിവസം ഞങ്ങൾ ടെറസിലിരുന്ന് രാത്രി 10-11:30 ആയി ടെറസിലിരുന്ന് കടിഞ്ചായൊക്കെ കുടിച്ച് ഇങ്ങനെ വിശ്രമിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു പ്രാവ് പറന്നു വന്നു. പക്ഷേ രാത്രി പ്രാവിൻ്റെ കണ്ണ് കാണാവോ പറക്കുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ നടുക്ക് ഇവർ 2 അപ്പുറം ഇപ്പുറയാണ് ഇരുന്നിരുന്നത്. അപ്പോൾ ഒരു പ്രാവ് പറന്നു വന്നിട്ട് ഇവർ 2 പേരുടെയും തലയിൽ ഇങ്ങനെ തൊട്ടങ്ങ് പറന്നു പോയിട്ട് ടെറസിൻ്റെ മൂലയിൽ അടിച്ച് അവിടെ കിടന്നു. അപ്പോൾ ഞാൻ ഓടിപ്പോയതിനെ എടുത്തു, കിളിയുടെ കൂടെ ഉണ്ടായിരുന്നു, അതിനകത്ത് ഇട്ട് വെച്ചു. നേരം വെളുത്തപ്പോഴാണ് പ്രാവാണ്. ഞാൻ അപ്പോഴേ പെട്ടെന്ന് ഞാൻ ഇവരോട് പറഞ്ഞു,
പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ നിൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. ഞാൻ വെറുതെ ഇങ്ങനെ അങ്ങ് പറഞ്ഞു, എൻ്റെ നാവിൽ വന്നു, ഞാനങ്ങ് പറഞ്ഞു. പക്ഷേ ഇത് പ്രാവാണെന്ന് പോലും ഞങ്ങൾക്ക് മനസ്സിലായില്ലായിരുന്നു. ഞങ്ങളത് കിളിക്കൂട്ടിലിട്ട് അടച്ചു വെച്ചു. നേരം വെളുത്തപ്പം സാധാരണ പ്രാവിന് ഇടയ്ക്കൂടെ വെള്ളത്തൂലും അടിവശത്തൊക്കെ ഇതൊന്നുമില്ല, മൊത്തം ആഷ് കളറിൽ, ഫുൾ ആഷ് കളറിലുള്ള ഒരു പ്രാവാണ്. ഞാൻ എന്നിട്ട് രാവിലെ കൂട് തുറന്നു വെച്ചു. അത് എന്നെ നോക്കി തന്നെ ഇരിക്കുന്നല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചലനവും ഇല്ല. എൻ്റെ മുഖത്ത് തന്നെ നോക്കി തരും. ഞാൻ തുറന്ന് വെച്ചിട്ട് പോന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് പറന്നുപോയി. അപ്പോൾ അത് ശരിക്കും പരിശുദ്ധാത്മാവ് വന്ന് ഇവരെ തൊട്ടതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ വായിൽ നിന്ന് വന്ന ആ വാക്കും ഞാൻ അറിഞ്ഞു പറഞ്ഞതല്ല. പക്ഷേ പിറ്റേ ആഴ്ച ഇവർക്ക് സംശയം തോന്നി. ഇവർ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം പോസിറ്റീവായിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സ് തീരെ സാധ്യതയില്ല എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് മാതാവ് ഇവർക്ക് കുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിച്ചു. അതിനൊരു മാസം കഴിഞ്ഞപ്പോൾ 7 വർഷമായിട്ട് മക്കളില്ലാതെ 3 അബോർഷനും കഴിഞ്ഞിരുന്ന ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു, ഈ കൂട്ടത്തിലുണ്ടായിരുന്നേ. അവൾ പ്രഗ്നൻ്റായി. അടുത്ത മാസം 4 വർഷമായിട്ട് മക്കളില്ലാതിരുന്ന ഒരാൾക്ക് ഉണ്ടായിരുന്നു. പിന്നെ 2 വർഷമായിട്ട് അവർക്ക് 3 പേരും പ്രഗ്നൻ്റായി. ഡിസംബർ 7 മുമ്പ് അതിലൊരാൾക്ക് ഇരട്ട കുഞ്ഞുങ്ങളാണ് മോനെ ഗർഭം ഉണ്ടായിരുന്നത്. ബാക്കി എല്ലാവർക്കും ഓരോ കുഞ്ഞുങ്ങളും. അപ്പോൾ ഡിസംബർ 7 മുമ്പായിട്ട് തന്നെ ഞാൻ ഈ ആവശ്യപ്പെട്ട മുഴുവൻ കാര്യങ്ങളും അവരോട് പറഞ്ഞപ്പോൾ അവർക്ക് വിശ്വാസമായി. ഇന്നതുപോലെ ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വിശ്വാസമായി. അതുവരെ ഉണ്ടാകാതിരുന്ന കാര്യം അവർക്കൊട്ടും സാധ്യതയില്ലാതിരുന്നിടത്ത് അവർക്ക് കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിച്ചു. അപ്പോൾ എൻ്റെ മോൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൂടെ അവരെയും കൂടെ പ്രാർത്ഥിച്ചത് കൊണ്ടായിരിക്കാം എൻ്റെ മോളെയും ദൈവം എത്ര പെട്ടെന്ന് അനുഗ്രഹിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇവള് ഗർഭിണിയായിരുന്നപ്പോൾ ഞാൻ തിരിച്ച് വിസ എൻ്റെ തീർന്നു, എനിക്ക് തിരിച്ചു വരേണ്ടി വന്നു. അപ്പം ഞാൻ എൻ്റെ പതക്കം ഇവൾക്ക് അപ്പടി പേടിയായിരുന്നു. ഇങ്ങനത്തെ ചികിത്സിച്ചൊക്കെ മടുത്തായതുകൊണ്ട് ഇനി എന്തെങ്കിലും ഇടയ്ക്ക് സ്പോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പോരാതിരിക്കാനും പറ്റില്ല. ഞാൻ എൻ്റെ പതക്കം ഞാൻ ഇവൾക്ക് കൊടുത്തിട്ട് പോന്നു. തിരിച്ച് നീ വീട്ടിലേക്ക് പ്രസവത്തിന് വരുമ്പോൾ എനിക്ക് തരണമെന്നുള്ള വ്യവസ്ഥയിൽ ഞാൻ കൊടുത്തിട്ട് പോന്നു. അന്ന് മുതൽ ഈ കാശുരൂപത്തിൻ്റെ വയറിൻ്റെ ഭാഗം വീർക്കാൻ തുടങ്ങി. ചെറുതായിട്ട് തടിപ്പായി. പിന്നെ വീർത്ത് ഇവൾ പ്രസവിക്കുന്നതിൻ്റെ ഓപ്പറേഷൻ്റെ തലേ ദിവസം അതിൻ്റെ അടിവശം മാതാവിൻ്റെ പകുതി വരെ ഉള്ള മാതാവിൻ്റെ രൂപം അടിവശം വിണ്ട് കീറി പൊട്ടി. ഇവൾക്ക് സുഖപ്രസവം വേണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു മാതാവിനോട്. അപ്പോൾ തലയാഴ്ച വരെ ഡോക്ടർ പറഞ്ഞു സുഖമായിട്ട് പ്രസവം നടക്കും, ഒരു കുഴപ്പമില്ലാന്ന്. അതിൻ്റെ ഈ മാതാവിൻ്റെ രൂപം ഇങ്ങനെ വിണ്ട് കീറുന്നതിന് തലേ ദിവസം കൊച്ചിന് അനക്കമില്ലാതെ വന്നായിരുന്നു. അന്നേരം ഞങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുവന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു കൊച്ചിൻ്റെ കഴുത്തിൽ പൊക്കിൾ കൂടി ചുറ്റിയിട്ടുണ്ട്, അപ്പോൾ ഓപ്പറേഷൻ അല്ലാതെ വേറെ സാധ്യത പറ്റത്തില്ല, അതുകൊണ്ട് ഓപ്പറേഷൻ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങൾ സമ്മതിച്ചു. ഓപ്പറേഷൻ ചെയ്തപ്പോഴേ ഡോക്ടർ പറഞ്ഞു 320 വരെ 200 വരെ എങ്ങാണ്ട് ഇവൾക്ക് ഇവൾക്ക് എല്ലാം അകലാനുള്ള പ്രസവിക്കാനുള്ള സാധ്യതയുള്ളൂ. ഇത് 3,600 കൊച്ച്. ഒരു കാരണവശാലും പ്രസവിക്കുകയില്ലായിരുന്നു. ഓപ്പറേഷൻ അല്ലാതെ വേറെ വേദന എല്ലാം സഹിച്ചു കഴിഞ്ഞ അവസാനം ഓപ്പറേഷൻ വേണ്ടി വന്നേനെ. അത് മാതാവ് അനുഗ്രഹിച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഒന്ന് തന്നതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്തതിനെ എടുക്കാൻ പറ്റി. അപ്പോൾ ആ കാശുരൂപം ഞാനിവിടെ അന്നിരുന്ന അച്ഛനെ കൊണ്ടുവന്ന് കാണിച്ചായിരുന്നു. അച്ഛനത് ബോധ്യപ്പെടുത്തി. അച്ഛൻ വേറെ കാശുരൂപം എനിക്ക് തരുകയും ചെയ്തായിരുന്നു. അതുപോലെ തന്നെ മോൻ്റെ കൊറോണ സമയമായിരുന്നു. അപ്പോൾ മോൻ 2 വർഷത്തെ ആനുകൂല്യങ്ങളൊന്നും തന്നെ കിട്ടുന്നില്ലായിരുന്നു. സാലറി 20% വെച്ച് എല്ലാ വർഷവും കൂട്ടുന്ന അത് ആ 2 വർഷം കിട്ടിയില്ല. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ ഇവൾ സങ്കടം പറഞ്ഞു, 2 വർഷമായിട്ട് ഇപ്പോൾ സാലറി കൂട്ടുന്നില്ല അമ്മയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എന്നിട്ട് ലൈറ്റ് ക്യാൻഡിലിട്ട് പ്രാർത്ഥിച്ചു, മാതാവ് ഇവൻ്റെ സാലറി ഇരട്ടിച്ച് കൊടുക്കണേ, 2 വർഷമായിട്ട് കൂട്ടുന്നില്ല, ഇരട്ടിച്ച് കൊടുക്കണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ഇവളത് കേട്ടിട്ട് എന്നോട് പറഞ്ഞു ഇരട്ടിക്കണേന്ന്, അമ്മ ഭയങ്കര മടുക്കുക, ഇരട്ടിക്കണേന്ന് പ്രാർത്ഥിച്ചു. 2 വർഷമായിട്ട് യാതൊരു ആനുകൂല്യങ്ങളും കിട്ടുന്നില്ല, അത് കിട്ടിയാൽ മതിയായിരുന്നു, ഇരട്ടിപ്പിക്കുകയൊന്നും വേണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ്റെ ബർത്ത്ഡേ മാർച്ച് 6-ാം തീയതിയാണ്. 6-ാം തീയതി ഡേറ്റ് ഇട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഫെബ്രുവരി 28-ാം തീയതി 2 വർഷത്തെ കിട്ടാനുള്ള മുഴുവൻ ആനുകൂല്യങ്ങളും ഇവന് കിട്ടി. അപ്പോൾ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചതാണ് കേട്ടത്, അമ്മ പ്രാർത്ഥിച്ചതല്ല കേട്ടതെന്ന് ഇവള് പറഞ്ഞു. മാർച്ച് 5-ാം തീയതി മാർച്ച് 1-ാം തീയതി ആയപ്പം ഇവൻ്റെ സാലറി നേരെ ഇരട്ടിയാക്കി, ഇവന് മാത്രം നേരെ ഇരട്ടിയാക്കി സാലറി കിട്ടി. ബാക്കി എല്ലാവർക്കും 20% വെച്ച് കൂട്ടി. ഇവന് മാത്രം എന്താ കാരണമെന്ന് അറിയത്തില്ല, ആർക്കും അറിയത്തില്ല, ഇവൻ്റെ സാലറി ഇരട്ടിപ്പിച്ച് കിട്ടി. പിന്നെ എൻ്റെ മോൻ്റെ ഒരു സാക്ഷിയാണ്. മോനെ കുറേ ഒരു വർഷത്തോളമായിട്ട് ജോലി നഷ്ടപ്പെട്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ വന്നപ്പോൾ സാക്ഷ്യം പറഞ്ഞു, ഒരു ദിവസം എനിക്ക് നീല മഴ പെയ്യുന്നതും പച്ച മഴ പെയ്യുന്നതും ഞാൻ സ്വപ്നം കണ്ടു. ശരിക്കും ഞാൻ കണ്ണടയ്ക്കുമ്പോഴെല്ലാം എനിക്കതേ കാണുന്നുള്ളൂ. അതിൻ്റെ പിറ്റേ ദിവസം ഇവൻ്റെ ജോലി നഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഞാൻ ഇന്നലെ കണ്ടിട്ടുണ്ട്, ഇന്ന് ഞാൻ സാക്ഷ്യം പറയാം. ഇനി എൻ്റെ മോൻ്റെ നല്ലൊരു ജോലി കിട്ടി എന്നുള്ള സാക്ഷ്യം പറയാൻ മാതാവ് എന്നെ ഇടവരുത്തും, അതിൻ്റെ അടയാളമാണ് കണ്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത്.
അതുപോലെ തന്നെ കഴിഞ്ഞ ഞാൻ ലാസ്റ്റ് പുതുക്കി കഴിഞ്ഞ് ഈ 3 മാസത്തിനിടയ്ക്ക് എല്ലാ മാസവും തന്നെ കുറേ പേരെയും കൊണ്ട് ഞാൻ ആരെങ്കിലും ഇങ്ങനെ ആവശ്യങ്ങൾ പറയുന്നവരെ അവരുടെ കൂട്ടത്തിൽ ഞാനും വരാറുണ്ട്. ഇവിടെ വന്ന് പത്രം മേടിച്ചുകൊണ്ട് പോകും. ബംഗാളി പത്രം, മലയാളി പത്രമൊക്കെ ഞങ്ങൾ മേടിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഞാൻ അങ്ങനെ ഓരോരുത്തരും കൂട്ടിക്കൊണ്ട് വന്നപ്പോൾ 2 പ്രാവശ്യം അങ്ങനെ ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഒരു പ്രാവശ്യം ലാസ്റ്റ് വന്ന് പ്രാർത്ഥിച്ചപ്പോഴത്തേനും അവൻ എന്നോട് പറഞ്ഞു, മോനും ഉണ്ടായിരുന്നു. മോൻ പറഞ്ഞു, അമ്മേ സെപ്റ്റംബർ 25 മുമ്പായിട്ട് എനിക്ക് ജോലി കിട്ടണമെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ട്. അതിന് മുമ്പാണ് കിട്ടുന്നെങ്കിൽ ഞാൻ ഈ പള്ളിക്കകത്ത് വന്ന് ഞാൻ മുട്ടയെ നീന്തുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നീ അത് എന്നെ സാക്ഷ്യപ്പെടുത്തിയല്ലേ, അപ്പം അങ്ങനെ ചെയ്തോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഈ ഓഗസ്റ്റ് 24 ആയപ്പം സെപ്റ്റംബർ 24 ആയപ്പം അവന് നല്ല സാലറി ഉള്ളൊരു ജോലി കിട്ടുകയും ഇൻഷുറൻസോടുകൂടി കുടുംബത്തിനും മുഴുവനും ഇൻഷുറൻസോടുകൂടി എല്ലാ പെൻഷൻ സഹിതം എല്ലാ ആനുകൂല്യമുള്ള ഒരു നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിച്ചു. ഇന്ന് അവൻ ജോലിക്ക് കയറിയ ദിവസമാണ്. അപ്പം ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, അമ്മേ ഞാൻ ഓഫീസിൽ പോയി ജോയിൻ ചെയ്തു, അമ്മ സാക്ഷ്യം പറഞ്ഞേക്കണം, ഞാൻ പോകുമ്പോൾ പറഞ്ഞോളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ മോന് കല്യാണം ഒത്തിരി ആലോചന വന്ന് അതൊന്നും നടക്കുന്നില്ലായിരുന്നു. അവസാനവും ഒന്നും ഒക്കുകയല്ലെന്നായപ്പോൾ അവന് ഭയങ്കര ഡിപ്രഷനായി, ഭയങ്കര വീട്ടുകാർക്കെല്ലാം ഭയങ്കര സങ്കടം. അവരെയും കൂട്ടിയാണ് കഴിഞ്ഞ മാസം ഞാനിവിടെ വരുന്നത്. ഒരു കല്യാണത്തിന് വന്നപ്പോൾ അവരെല്ലാം കൂട്ടി ഞാനിവിടെ വന്നു. നാത്തുമാരെയും ചേട്ടനും ചേച്ചിയും പിള്ളേരും എല്ലാം ആയിട്ട് വന്നു. അപ്പോൾ അവന് ചേച്ചി പറഞ്ഞായിരുന്നു അവന് അകത്തോട്ട് ഇപ്പോൾ അതുപോലെ പ്രാർത്ഥിക്കാനൊന്നും താല്പര്യമില്ല, അവന് ഒന്നിനോടും ഒരിതില്ല. അല്ലെങ്കിൽ സ്ഥിരം പള്ളിയിൽ ശുശ്രൂഷി ആയിരുന്നു, എല്ലാ കാര്യത്തിനും പള്ളിയിലുള്ള, ഇപ്പോൾ ഒന്നിനും പോകാൻ അവന് താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഞാൻ അന്നേരം അവനോട് വാതക്ക് വന്നപ്പോൾ അവനെ ബലമായിട്ട് കൊണ്ട് വാതക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നീ ആൻറ്റിക്ക് വേണ്ടിയിട്ട് നീ പള്ളിയിൽ കയറി വന്നപ്പോൾ ഞാൻ ചോദിച്ചു, നിനക്ക് സുഗന്ധം വരുന്നില്ലേ? ആ നല്ല മുല്ലപ്പൂവിൻ്റെ മണം വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മാതാവ് നിന്നെ ഇപ്പം തന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്, നീ ഒന്നും പ്രാർത്ഥിക്കേണ്ട, നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, നീ പള്ളിയിൽ ഏതെങ്കിലും ഒരു സൈഡിൽ ഇരുന്നിട്ട് മാതാവിനെ നോക്കി കുറച്ച് സമയം അങ്ങ് ഇരുന്നിട്ട് നീ മടുക്കുമ്പോൾ ഇറങ്ങിയപ്പോൾ നമുക്ക് അന്നേരം പോകാമെന്ന് പറഞ്ഞു. അവനിവിടെ വന്ന് ആദ്യം പുറകിലിരുന്നു. അത് കഴിഞ്ഞ് കയറി അവൻ ഇവിടെ വന്ന് മുട്ടേ നിൽക്കുക. അപ്പം ഞാൻ ആൾത്താരിൽ ആരുമില്ലായിരുന്നു. 6 മണിയൊക്കെ ആകാറായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ, താമസിച്ചു പോയി. അപ്പം ഞാൻ ഈ ആൾത്താരയുടെ അടുത്ത് വന്നിട്ട് ആൾത്താരെ നോക്കി ഇങ്ങനെ നിലത്ത് നോക്കി പ്രാർത്ഥിക്കുമ്പം ഈ വെള്ള ചവിട്ടിയിൽ അച്ഛൻ്റെ 2 കാൽപ്പാടുകൾ, അങ്ങേ അറ്റത്തെ ചവിട്ടിയിൽ 2 കാൽപ്പാടുകൾ ശരിക്കും പതിഞ്ഞിരിപ്പുണ്ട്. അപ്പം ഞാൻ ഓർത്ത് അച്ഛൻ തലയെ തൊടുന്നതിന് പകരം അച്ഛൻ്റെ കാലടികൾ, ഒരു വിശുദ്ധൻ്റെ കാലടിയെ തൊട്ട് മുത്തിയാലും മതിയില്ല. ഞാൻ എൻ്റെ തലയിൽ എടുത്ത് വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു. അന്നേരം എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ എല്ലാ 20 ദിവസം കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കാൻ എനിക്ക് 2 പ്രാവശ്യമായിട്ട് എനിക്ക് ഇച്ചിരി താമസം വന്നു. മാതാവേ അത് ആ കുറവ് ഉണ്ടെങ്കിൽ അതങ്ങ് പരിഹരിച്ചിട്ട് ഞാൻ ഈ പറയുന്ന ആവശ്യം സഹായിച്ചു തരണേന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ഒരു ഈച്ച എന്നെ ഭയങ്കരമായിട്ട് എന്നെ ഒരു ശല്യപ്പെടുത്തുക, മുഖത്തും മൂക്കെല്ലാം കണ്ടേലും ഇങ്ങനെ വന്നില്ല. ഞാൻ തട്ടി മടുത്തു. അവസാനം ഞാൻ അവിടുത്തെ കയ്യിൽ വന്നിരിക്കുവാണ്, അടിക്കാമെന്ന് ഓർത്ത് ഞാൻ കൈ നിവർത്തപ്പം പച്ച നിറം, നല്ല തിളങ്ങുന്ന പച്ച നിറമുള്ള ഒരു മുഴുത്ത ഈച്ച എൻ്റെ കയ്യിൽ വന്നിരുന്നു. എൻ്റെ കൈ നിറയെ സിൽവർ ഗിൽറ്റാണ്, പിള്ളേരുടെയൊക്കെ ഉടുപ്പേ പിടിച്ച പോലെ. ഞങ്ങളുടെ കൂടെ കുഞ്ഞു പിള്ളേരൊന്നുമില്ല, ഞങ്ങളുടെ ആരും ഡ്രസ്സിലോ അതില്ല. ഞാൻ കുറച്ച് സംശയിച്ചിരുന്നു. പിന്നെ ഓർത്ത് നമുക്ക് സിൽവർ ആയതുകൊണ്ട് അത് മാതാവ് തന്നെയാണ് എന്നെ കാണിച്ചു തന്നാണ് എന്ന് ഞാൻ വിശ്വസിച്ചു. ആ ഈച്ച പിന്നെ കണ്ടില്ല. എന്നിട്ട് എന്നോട് ഉൾപ്രേരണ എനിക്ക് മുട്ടേ നീന്തെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ആലോചിച്ചു, അവിടെ നിന്ന് നീണ്ടു വരണോ. കുറച്ച് സമയം കഴിയുമ്പോൾ ഞാൻ എന്തായാലും വേണ്ടതെന്ന് ഓർത്ത് ഇവരെല്ലാം അടിച്ചു വാരിക്കൊണ്ടിരിക്കുക. അത് കഴിയുമ്പോൾ എൻ്റെ സമയം പോകാൻ. അതുകൊണ്ട് ഞാൻ അതിനിടയിൽ കൂടെ തന്നെ അവിടെ നിന്ന് ഞാൻ മുട്ടയെ വലിഞ്ഞു ഇവിടം വരെ. പക്ഷേ വേളാങ്കണ്ണിയിലൊക്കെ പോയി കിലോമീറ്ററുകളുണ്ട് അത് മുട്ടയിൽ നീന്താൻ. അതിന് എല്ലാ വർഷവും ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളെല്ലാവരും മുട്ടയിൽ നീന്തും. വൈകുന്നേരം മുട്ടയിൽ നീന്തിയിട്ട് പൊട്ടി മരുന്ന് വെച്ച് കെട്ടിക്കിടക്കും. പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് അവിടെ നിന്ന് ഇവിടെ വരെ വരാൻ എനിക്ക് 1/2 മണിക്കൂർ എടുത്തു. എനിക്ക് അവിടെ നിന്ന് ഇവിടെ വരെ നീന്താൻ. എൻ്റെ തോളിലെല്ലാം കഴിച്ചു പൊട്ടുന്നു. തലയ്ക്ക് ഭയങ്കര തലയ്ക്കകത്ത് വേദന, കയ്യെ വേദന, കാല് വേദന. എനിക്ക് ഒരു കാല് വലിച്ച് വെക്കാൻ പറ്റുന്നില്ല. ഇത്രയ്ക്ക് ഈശോ കുരിശും ചുമന്നുകൊണ്ട് എങ്ങനെയാണ് പോയത്. ഞാൻ ആ കുമ്പസാരിക്കത്തിൽ താമസം വരുത്തിയതിന് എനിക്ക് എന്ത് പ്രായശ്ചിത്തവും ഞാൻ ചെയ്യാവുന്ന മാതാവിനോട് പറഞ്ഞു. മാതാവ് തന്ന പ്രായശ്ചിത്തമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ നിന്ന് ഇവിടം വരെ 1/2 മണിക്കൂർ കൊണ്ടാണ് ഞാൻ കൊന്ത ചൊല്ലി ഇവിടം വരെ എത്തിയത്. ഇവിടെ വന്നപ്പോഴേക്ക് ഞാൻ അവശതയായി, അവശതയായി. ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ചേട്ടൻ പറയുന്നത്, ശിവ അൾത്താരയിൽ തൊട്ട് പ്രാർത്ഥിച്ച സമയത്ത് എനിക്കൊരു ഫോൺ കോൾ വന്നു. മോനെ ആലോചന വന്നിട്ട് പിന്നെ മുടങ്ങിപ്പോയൊരു കല്യാണമാണ്, അവർക്ക് ആ കല്യാണത്തിന് താല്പര്യമാണെന്ന് പറഞ്ഞ് വിളിച്ചു. 1 വർഷം കഴിഞ്ഞു. അവർക്ക് ആ കല്യാണത്തിന് താല്പര്യമാണെന്ന് പറഞ്ഞ് ശിവ ആൾത്താരെ നിന്ന് പ്രാർത്ഥിച്ച സമയത്ത്
ഫോൺ വന്നു എന്ന് പറഞ്ഞു. അത് 7 ദിവസം കഴിഞ്ഞപ്പോൾ അവർ അങ്ങോട്ട് കാണാൻ പോയി. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കല്യാണം ഉറപ്പിച്ചു. അടുത്ത ജനുവരി 26 അവൻ്റെ കല്യാണം ഉറപ്പിച്ചു. പിന്നെ ഇസ്രയേലിലുള്ള എൻ്റെ ഒരു കൂട്ടുകാരി, എൻ്റെ കൂട്ടുകാരിലൊരു ചെറിയ പ്രായക്കുറവാണ്, അയലോക്കക്കാരിയാണ്. പുള്ളിക്കാരി ഇസ്രയേലിൽ പോയിട്ട് 2 വർഷമൊക്കെ ആയി. കഴിഞ്ഞ ഒക്ടോബർ 7 തുടങ്ങിയ ആ യുദ്ധത്തിൽ സ്ഥലപ്പേര് ഞാൻ മറന്നു, കൈഫ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്രാവശ്യം പോലും ഇത്രയും കാലത്തിനിടയ്ക്ക് ഇസ്രയേലിൽ മിസൈൽ വർഷിച്ചാലും ആ ഒരു സ്ഥലം ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 ആ യുദ്ധത്തിൽ ഭയങ്കരമായിട്ട് മിസൈൽ വർഷം ഇവരുടെ തൊട്ടയിലൊക്കെ തന്നെ ഇവർക്ക് നോക്കിയാൽ കാണാവുന്ന അകലത്തിലാണ് ഒരു കൊച്ചിനെ ക്രൂരമായി പീഡിപ്പിക്കുക, ഭയങ്കര പ്രശ്നം ഉണ്ടായത് ഇവരുടെ അടുത്ത് തന്നെയാണ്. ഇവരുടെ സീക്രട്ട് റൂമിലാണ് കയറിയിരിക്കുന്നത്. അതിന് പരിസരത്ത് മുഴുവൻ മിസൈൽ ഇടുന്നുണ്ട്. ഭയങ്കര സൗണ്ടും അലർച്ചയാണ്. നമുക്ക് ഫോൺ വിളിക്കുമ്പോൾ കേൾക്കാം. ഒരു ദിവസം 1 മണിയായപ്പോഴാണ് എനിക്കൊരു ഫോൺ വരുക. സാധാരണ അവൾ പോകുന്നതിന് മുമ്പ് ഭയങ്കര ഫ്രണ്ടായിരുന്നെങ്കിലും പോയി കഴിഞ്ഞാൽ പിന്നെ മെസ്സേജ് ഇട്ടാൽ പോലും മറുപടിയൊക്കെ വരാൻ വലിയ താമസം, സമയക്കുറവായിരുന്നു. പക്ഷെ 1 മണിയായപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ശിവചേച്ചി ഉറക്കമാണോ, എഴുന്നേറ്റ് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അന്ന് ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടിയാണ് പറയുന്നത്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞാൻ ഇങ്ങനെ അപകടത്തിലാണ്, ഏത് സമയവും ഞങ്ങളെ കൊന്നാലും കുഴപ്പമില്ല, ഞങ്ങളെ ക്രൂരമായിട്ട് പീഡിപ്പിക്കും എല്ലാവരും, അങ്ങനെ ഭയങ്കര പുറത്തൊന്നും പറയുന്നില്ലെന്നുള്ളൂ. ഇവിടെ ഭയങ്കര പ്രശ്നം നടക്കുന്നത്. ഞാൻ നോക്കുന്നൊരു അമ്മയും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ സീക്രട്ട് റൂമിലാണ്. വിറച്ചുകൊണ്ടാണ്, സംസാരം തെളിയുന്നില്ല. അപ്പോൾ അവർ ബന്ധുക്കോസുകാരാണ്. പണ്ട് മുതലേ ഞാൻ അവർക്ക് ഈ സാക്ഷ്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. ആദ്യമൊക്കെ കേൾക്കുമായിരുന്നു. പിന്നെ അതുകൊണ്ടാണ് എന്നോട് അവർ മെസ്സേജ് പോലും നോക്കാതിരുന്നു, എന്നോട് സംസാരിക്കാതിരുന്നു. അതുകൊണ്ടാണെന്ന് പിന്നീടാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ സാധാരണ അവർ ബന്ധുക്കോസുകാർക്ക് അവർക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ അവരുടെ പള്ളിയിലുള്ള മുഴുവൻ പേരും ഉപവാസം എടുത്ത് ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞു, എനിക്ക് ഒരുത്തരുടെയും നമ്പരും ഒരുത്തരുടെയും മുഖം എനിക്ക് ഓർക്കാൻ പറ്റില്ല. ശിവ ചേച്ചിയുടെ മുഖം മാത്രമേ എനിക്ക് മുമ്പിൽ വരുന്നുള്ളൂ. ഫോൺ നമ്പർ തുറന്നപ്പോഴേ ഫോൺ നമ്പർ എനിക്ക് കിട്ടി. ചേച്ചി പ്രാർത്ഥിക്കണം, എല്ലാ ഗ്രൂപ്പിലേക്കും അയക്കണം, എങ്ങനെയെങ്കിലും എനിക്ക് രക്ഷപ്പെടണം, എനിക്ക് ജീവൻ തിരിച്ച് കിട്ടണം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അന്നേരത്തിന് ഫോണിൽ കൂടെ തന്നെ പ്രാർത്ഥിച്ചു. ഞാൻ വിളിക്കുന്ന മാതാവ് സഞ്ചാരി മാതാവാണ്. സെക്കൻഡുകൾ പോലും വേണ്ട അവിടെ വരാനായിട്ട്. നിൻ്റെ അടുത്ത് ഇപ്പോൾ വരും. നിൻ്റെ അമ്മയും താമസിക്കുന്ന സീക്രട്ട് റൂമിൽ അമ്മയുണ്ട്. ഞാനാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഇത്രയും കാലം ഞാൻ ജീവിച്ചിട്ട് ഞാൻ എന്തെങ്കിലും പുണ്യപ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, സഹനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ, പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, അതിലെന്തെങ്കിലും ഒരു കണികയെങ്കിലും എനിക്ക് ബാലൻസ് എൻ്റെ ഉണ്ടെങ്കിൽ, മാതാവി അതിൻ്റെ ആനുകൂല്യത്തിലെങ്കിലും അവളെ രക്ഷിക്കണം. തിരിച്ച് 2 പിള്ളേരും ഒക്കെ കുഞ്ഞു പിള്ളേരെ ഇട്ടിട്ട് പോയതാണ്, അവളെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. മാതാവ് ഇപ്പം വരും, നേരം വെളുക്കുന്ന ഈ സമയമാകുന്നതിന് മുമ്പ് ഉറപ്പായിട്ടും അതിൽ നിന്നെല്ലാം മോചനം കിട്ടും, നിനക്ക് സമാധാനം കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, ശിവ ചേച്ചി പറഞ്ഞപ്പം ഒരു സൗണ്ട് കേട്ടില്ലേ, അത് വീണ് കഴിഞ്ഞ് പിന്നെ ഒരു മിസൈൽ പോലും അവിടെ വീണില്ല. പിറ്റേ ദിവസം നേരം വെളുത്ത് 1 മണിയായപ്പോൾ പറഞ്ഞു, ശിവ ചേച്ചി പറഞ്ഞ സമയമായിട്ടുണ്ട്, അടുത്ത ദിവസം 1 മണിക്ക് മുമ്പ്. അതിന് മുമ്പ് പറഞ്ഞു, പിന്നെ ഇവിടെ മുഴുവൻ ശാന്തമാണ്, ബാക്കി എല്ലായിടത്തും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് മാത്രമല്ല എൻ്റെ ഈ ദേശത്തിന്, ഈ കൈഫ എന്ന് പറയുന്ന ഈ ദേശം മൊത്തം രക്ഷപ്പെട്ടു. ഭയങ്കര ദൈവാനുഗ്രഹം. ഞാൻ പറഞ്ഞു, ഞാൻ വിളിക്കുന്ന മതം നീ വിശ്വസിക്കണമെന്നോ മതം മാറണമെന്നോ ഞാൻ പറയുന്നില്ല. ഞാൻ വിശ്വസിക്കുന്ന മാതാവ് ഞാൻ വിളിച്ചാൽ കേൾക്കും. നിനക്ക് ഏത് സമയത്ത് ആവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കുക. ഞാൻ എൻ്റെ മാതാവിനോട് എന്നെക്കൊണ്ട് പറ്റുന്നത് ഞാൻ വാങ്ങിച്ചു തരാം. ഇപ്പോൾ ഇങ്ങോട്ട് വന്ന് ഈ ക്ലാസ്സിന് അടുക്കാറായപ്പം ഞാൻ ഈ സാക്ഷ്യം പറയാൻ ഓർത്തില്ലായിരുന്നു. ക്ലാസ്സിന് അടുക്കാറായി 1.5 കിലോമീറ്റർ ഉള്ളപ്പം അവൾ വീണ്ടും വിളിച്ചു, ചേച്ചി കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 യുദ്ധം, ഇപ്പോഴും അതേ കണ്ടീഷനിൽ ഇവിടെയൊക്കെ പരിസരത്ത് മൊത്തം ഭയങ്കര പ്രശ്നങ്ങളാണ്. ഞങ്ങളുടെ ഇങ്ങോട്ട് വലിയ പ്രശ്നമില്ല, പക്ഷേങ്കിൽ മുഴുവനും കരയുദ്ധം പോലും, മിസൈൽ വർഷം മാത്രമല്ല കരയുദ്ധം പോലും തുടങ്ങിയിരിക്കുക. ഭയങ്കര അതിനൊക്കെ രൂക്ഷമാണ്. ശിവചേച്ചി പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ മാതാവിൻ്റെ പള്ളിയിലോട്ട് വരിക, പള്ളി ചെല്ലുമ്പോൾ മാതാവിനോട് പറയണം, എൻ്റെ കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കണം. വിശ്വാസം ഇല്ലാതിരുന്ന അവൾക്ക് വിശ്വാസിയാക്കി മാറ്റിയതിന് അതാണ് എനിക്ക് ഏറ്റവും വലിയ ഒരു സന്തോഷം. അത് ഒരുപാട് സാക്ഷ്യങ്ങൾ എനിക്ക് ഉണ്ട്, പക്ഷേ ഞാൻ സമയക്കുറവ് കൊണ്ട് പറയുന്നില്ല. പിന്നെ പത്രങ്ങൾ ഞാൻ ഓരോ പ്രാവശ്യവും വരുമ്പോൾ പത്രങ്ങളും കാശ് രൂപവും വാങ്ങിച്ച് കൊടുക്കാറുണ്ട്. പത്രം കൊടുക്കുന്ന കൂടെ എല്ലാം ഞാൻ കാശ് രൂപം കൊണ്ട് എല്ലാവർക്കും കൊടുക്കാറുണ്ട്. പിന്നെ ഒരുപാട് പേര് ഓരോ കാര്യങ്ങൾ ചോദിച്ച് വിളിക്കും. കൃപാസനത്തിലെ കാര്യം പറഞ്ഞ് അന്വേഷിക്കാനായിട്ട് വിളിക്കുന്ന ഒരാളെങ്കിലും ഒരു ദിവസം വിളിക്കാത്ത എനിക്കില്ല. ഒന്നിൽ കൂടുതൽ പേര് മിക്കവാറും ദിവസം വിളിക്കും. അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞാൻ കൊടുക്കും. കാശില്ലാതെ പോകാൻ വിഷമിക്കുന്നവർക്ക് അതും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നോട് കൃപാസനത്തിൽ വരാൻ കാശില്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നോളാം.
അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ ഓരോരുത്തരുടെ ആവശ്യങ്ങൾ ചോദിച്ച് വന്നിട്ട് ഞാൻ സഹായിക്കാറില്ല. ഞാൻ രോഗിയായിട്ടോ അല്ലെങ്കിൽ അംഗവൈകല്യമോ അങ്ങനെ ബുദ്ധിമുട്ടുന്നവരെ കാണുമ്പോൾ അവരെ ഞാൻ അങ്ങോട്ട് ചെന്ന് ചോദിച്ചിട്ടാണ് അവർക്ക് ഞാൻ സഹായം ചെയ്യുന്നത്. ഏത് ആവശ്യത്തിനും അങ്ങനെ ആരുടെ ആവശ്യം കണ്ടാലും അത് കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ നാട്ടിൽ നിന്നൊക്കെ പിരിവ് വരുന്നത് അവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതിന് മുമ്പേ കൊടുത്തു കഴിഞ്ഞിരിക്കും. അപ്പം അങ്ങനെ ഏത് ആവശ്യം ആർക്കും ഉണ്ടായാലും ഞാൻ അതെല്ലാം ചെയ്തു കൊടുക്കാറുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിലും പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. കൃപാസനത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് അവരെ കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. ഇത്രയും എല്ലാം എല്ലാം വാങ്ങിത്തന്ന, എന്നെ എളിമപ്പെടുത്തിയ, എത്രത്തോളം എന്നെ താഴാൻ പഠിപ്പിച്ച എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു.